നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ എല്ലാവരും പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സാധാരണ ഡിജിറ്റൽ മാർക്കറ്റും, രണ്ടാമത്തത് പെർഫോമൻസ് മാർക്കറ്റും. പലർക്കും തോന്നും ഈ രണ്ടും ഒരുപോലെയാണെന്ന്. പക്ഷേ സത്യം അതല്ല. ഒരാൾ കമ്പനിയുടെ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രസൻസ് മാനേജ് ചെയ്യുന്ന ഒരാളാണ്, മറ്റൊരാൾ കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. സാലറിയിലും റെസ്പോൺസിബിലിറ്റിയിലും കരിയർ ഗ്രോത്തിലും വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കരിയർ തുടങ്ങുന്ന ഒരാൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഈ വീഡിയോയിൽ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ അതാണ് ക്ലിയർ ആക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് ജനറൽ ഡിജിറ്റൽ മാർക്കറ്റർ? ആദ്യം ജനറൽ ഡിജിറ്റൽ മാർക്കറ്റർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബിസിനസിന്റെ മുഴുവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യണം, SEO കോർഡിനേറ്റ് ചെയ്യണം, വെബ്സൈറ്റ് അപ്ഡേറ്റ്സ് നോക്കണം, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യണം, കണ്ടന്റ് പ്ലാൻ ചെയ്യണം, ചിലപ്പോൾ ബേസിക് ഗൂഗിൾ ആഡ്സും മെറ്റ ആഡ്സും ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ കംപ്ലീറ്റ് ഡിജിറ്റൽ ഈക്കോ സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഈ ജനറൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത്. കരിയർ തുടങ്ങുന്നവർക്ക് ഈ ഒരു റോള് വളരെ നല്ലതാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എല്ലാ ഫണ്ടമെന്റൽസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി വാട്ട് ഈസ് എ പെർഫോമൻസ് മാർക്കറ്റർ? പെർഫോമൻസ് മാർക്കറ്ററിന്റെ ഫോക്കസ് കണ്ടന്റ് അല്ല, റവന്യൂ ആണ്. അവരുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഇൻസ്റ്റഗ്രാം തുറന്നിട്ടല്ല, ആഡ്സ് മാനേജർ, ഗൂഗിൾ ആഡ്സ്, GA4, ലുക്കസ് സ്റ്റുഡിയോ പോലെയുള്ള ഡാഷ്ബോർഡ്സ് നോക്കിയിട്ടാണ്. അവരുടെ സക്സസ് ഫോളോവേഴ്സ് അല്ല, ലീഡ്സ് ആണ്. ലൈക്സ് അല്ല, ROAs ആണ്. റീച്ച് അല്ല, റവന്യൂ ആണ്. ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജോലി തീരുന്നില്ല. ഡേറ്റ അനലൈസ് ചെയ്യണം, ബഡ്ജറ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം, കോസ്റ്റ് പെർ ലീഡ് കുറക്കണം, കൺവേർഷൻ ഇംപ്രൂവ് ചെയ്യണം. ഇതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഒരു ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഡിജിറ്റൽ മാർക്കറ്റർ ചോദിക്കുന്നത് ബിസിനസിന്റെ ഓൺലൈൻ പ്രസൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ചോദിക്കുന്നത് ബിസിനസിന്റെ റവന്യൂ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ബിസിനസ് മെച്യൂർ ആകുമ്പോൾ കമ്പനീസ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മെഷറബിൾ ഗ്രോത്ത് ഡ്രൈവ് ചെയ്യുന്ന മാർക്കറ്റേഴ്സിലാണ്. ഇനി ഏതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്? വിച്ച് വൺ പേസ് യു മോർ? സാലറി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറലി പെർഫോമൻസ് മാർക്കറ്റേഴ്സിനായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കാരണം കമ്പനീസ് നേരിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്കില്ലിന്റെ കൂടുതൽ വാല്യൂ. കാരണം കമ്പനീസ് നേരിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്കില്ലിനല്ലേ കൂടുതൽ പേ ചെയ്യുള്ളൂ. പക്ഷേ അതുകൊണ്ട് ജനറൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ്ലെസ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സ്ട്രോങ് ജനറൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു നല്ല പെർഫോമൻസ് മാർക്കറ്റർ ആകാനും ബുദ്ധിമുട്ടാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കരിയർ തുടങ്ങുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ലൈക്ക് SEO, കണ്ടന്റ്, സോഷ്യൽ മീഡിയ, ബ്രാൻഡിങ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതിൻ്റെ എല്ലാ ഫണ്ടമെന്റൽസും നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം പെർഫോമൻസ് മാർക്കറ്റിംഗിലോട്ടേക്ക് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ലൈക്ക് മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, ട്രാക്കിംഗ്, അനലിറ്റിക്സ്, CRO, ലാൻഡിംഗ് പേജസ്, ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ടൂൾസ് റൺ ചെയ്യുന്ന മാർക്കറ്റർ ആവില്ല, ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റർ ആയിട്ട് മാറും. അപ്പോൾ ജനറൽ ഡിജിറ്റൽ മാർക്കറ്റർ ആകണോ പെർഫോമൻസ് മാർക്കറ്റർ ആകണോ എന്നതിന് ഒരു യൂണിവേഴ്സൽ ആൻസർ ഇല്ല. പക്ഷേ കരിയർ ഗ്രോത്ത്, സാലറി, റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ്, AI പ്രൂഫ് സ്കിൽസ്, ഇതൊക്കെ നോക്കുമ്പോൾ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് ഇന്ന് വലിയ ഡിമാൻഡ് തന്നെയാണുള്ളത്. ഫൗണ്ടേഷൻ ജനറൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബിൽഡ് ചെയ്യുക, ഗ്രോത്ത് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ബിൽഡ് ചെയ്യുക. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റോഡ് മാപ്പ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണോ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ കൗൺസിലറായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവും. സംസാരിക്കേണ്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.